ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്നാക്സും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 10ഓളം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് പീസ് നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടാതെ തന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പിസ്സ സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്സ സീസണിങ് ഇല്ലെങ്കിൽ സാധാ ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്നുകൂടി മിക്സാക്കി എടുത്ത ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഒന്ന് അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കൂടാതെ തന്നെ ഇതിലേക്ക് ഞാൻ ചീസ് സ്ലൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് സ്ലൈസ് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീസ് സ്ലൈസ് ഇതുപോലെ കഷ്ണങ്ങളാക്കി അവിടെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഒരു 2-3 വട്ടം കൂടി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. ഇനി ചീസ് സ്ലൈസും കോൺഫ്ലേക്സും ഒക്കെ വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാനതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ബേക്ക് ചെയ്യാനായിട്ട് ഒരു അലുമിനിയം പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 to 7 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുത്താലും മതിയായിരിക്കും. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ബ്രെഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്തോളൂ. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.